പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷ 8ാം ക്ലാസ് ദുറൂസുൽ ഇഹ്സാൻ ഏതൊക്കെ പാഠങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്, എത്ര പാഠങ്ങൾ പഠിക്കേണ്ടി വരും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നീ സംശയങ്ങളെല്ലാം നീക്കുന്ന രൂപത്തിലുള്ള നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് നേടാൻ കഴിയും. മോഡൽ ചോദ്യങ്ങളും മനസ്സിലാക്കാം. ഒന്നാമത്തെ ചോദ്യം വഫിക്ക് യോജിപ്പിക്കാനാണ്. ഇപ്പുറത്തെ കള്ളിയിലാക്കി കൊടുത്തത് ചോദ്യങ്ങൾക്ക് നേരെ ശരിയാവണ്ണം എഴുതി കൊടുക്കുക. 1. മൻ അറഫ നഫ്സഹു, ഒരാൾ അവൻ്റെ ശരീരത്തിലുള്ള അത്ഭുതങ്ങളെക്കുറിച്ച് അറിയുകയാണെങ്കിൽ ഫക്കത് അറഫ റബ്ബഹു, അവൻ ഉറപ്പായിട്ടും അവൻ്റെ റബ്ബ് ഉണ്ട് എന്നുള്ളതിലേക്ക് തന്നെ അവൻ എത്തും. കാരണം അത്രയും അത്ഭുതങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലുള്ളത്. ഇങ്ങനെ ഒരു റബ്ബിനല്ലാതെ വേറെ ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല. അത് റബ്ബിലേക്കുള്ള സൂചനയാണ്. ഇനി രണ്ടാമത്തതിൽ ഇൻ ശക്കർത്തും, നിങ്ങളെനിക്ക് നന്ദി ചെയ്യുകയാണെങ്കിൽ ല അസീദന്നക്കും, ഞാൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കൂട്ടിത്തരും. അതുകൊണ്ട് നിങ്ങളെനിക്ക് നന്ദിയുള്ളവരാവുക. ല അസീദന്നക്കും, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. യർഹമു തൊബീബു, ഒരു ഡോക്ടർ കരുണ കാണിക്കണം. അൽ മരീള, രോഗിയോട് കാരുണ്യത്തിൽ പെരുമാറണം. യർഹമുൽ മുഅല്ലിമു, ഉസ്താദ് എപ്പോഴും കരുണ കാണിക്കണം. അത്തിൽമീദ, വിദ്യാർത്ഥികളോട്. 5. അത്തൊബാഉലു വത്തഖാലുഫു, പരസ്പര വെറുപ്പും വിദ്വേഷവും ഒക്കെ വെക്കുക എന്നുള്ളത് അത് മിൻ സമറാത്തി സൂഇൽ ഖുലുഖ്, മോശ സ്വഭാവത്തിൻ്റെ ഫലങ്ങളിൽപ്പെട്ടതാണത്. 6. ഇദാ അഹബ്ബ റജുലു അഖാഹു, ഒരു പുരുഷൻ തൻ്റെ സഹോദരനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫൽ യുഖ്ബിർ അന്നഹു യുഹിബ്ബുഹു, അവൻ പറയണം ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അവൻ പറയണം. ആ ഇഷ്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഇഷ്ടമാണ്. അവൻ നല്ലത് ചെയ്യുന്നതിലൂടെ നമുക്കും നന്മ കൂട്ടാൻ അത് കാരണമാണല്ലോ. അതുകൊണ്ടാണ് ഇഷ്ടത്തിനെ ഫൽ യുഖ്ബിർഹു, അവൻ അറിയിക്കണം, അന്നഹു യുഹിബ്ബുഹു, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. ഇനി രണ്ടാമത്തത് തമ്മീം പൂർത്തിയാക്കാനാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സഹായിക്കുക. ഒന്നാമത്തത് കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, അലൈക്കും ബി സിദ്ഖ്, സത്യത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഫൈന്ന സിദ്ഖ, തീർച്ചയായും സത്യം, യഹ്ദി ഇലൽ ബിർറ്, നിങ്ങളെ ഗുണത്തിലേക്ക് അത് എത്തിക്കും. 2. വൈനൽ ബിർറ, ഗുണം, യഹ്ദി, അത് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഇലൽ ജന്ന, അത് അതിൻ്റെ ബാക്കി തന്നെയാണ്, സ്വർഗത്തിലേക്ക് എത്തിക്കും. മൂന്നാമത്തത് കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, യഅ്ദിലു, നിങ്ങൾ നീതി കാണിക്കണേ, ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ, ഫിന്നുഹുല, പങ്കുവെക്കുന്ന എല്ലാറ്റിലും നിങ്ങൾ മക്കൾക്കിടയിൽ നീതി കാണിക്കണം. ഫിന്നുഹുല ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കുക. പങ്കുവെക്കുന്ന എല്ലാറ്റിലും മക്കളോട് നീതി കാണിക്കണം. 4. വല്ലുൽമു, അക്രമം, യജ്അലുല്ലാലിമ, ഈ അക്രമവുമായി നടക്കുന്ന വ്യക്തിയെ അതാക്കി തീർക്കും. മുഫ്ലിസൻ, പാപ്പരാക്കി തീർക്കും, ഒന്നുമില്ലാത്തവനാക്കി തീർക്കും. അത് ദുനിയാവിലല്ല, യൗമൽ ഖിയാമത്തി, ആഖിറത്തിൽ അവനൊന്നുമില്ലാത്തവനായി അക്രമി മാറും എന്നാണ് അതിലൂടെ അറിയിക്കുന്നത്. 5. അന്നിഫാഖു, കാപ്പട്യം, അൽ അസ്ഗറു, ചെറിയ കാപ്പട്യങ്ങൾ, വസീലത്തുൻ, അത് വഴിയൊരുക്കും, ഇല നിഫാക്കിൽ അക്ബർ, വലിയ കാപ്പട്യത്തിലേക്ക്. 6. ഇന്ന അവ്വല ബൈത്തിൻ, ആദ്യത്തെ വീട്, വുളിയ ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി പണിത ആദ്യത്തെ വീട്, ലല്ലദീബി ബക്ക, ബക്കയിലുള്ള, അതിനുശേഷം ഇങ്ങനത്തെ ബക്കയാണ്, മുബാറക്കത്തൻ, ബർക്കത്താക്കപ്പെട്ട ബക്ക. ബക്ക എന്ന് പറഞ്ഞാൽ മക്കയുടെ പഴയ പേരാണ്. അപ്പം ബർക്കത്താക്കപ്പെട്ട മക്കയിൽ ജനങ്ങൾക്ക് വേണ്ടി ആദ്യം നിർമ്മിച്ച ഭവനം കഅബയാണ്. അപ്പോൾ ഇനി മൂന്നാമത്തത് അജിബ്, ഉത്തരം എഴുതാനാണ്. 1. അൽ മൗത്തു ഫിൽ ഹഖീഖത്തി മാഹുവ, ശരിക്കും മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? തഅയ്യുറു ഹാലിം ഫക്കത്ത്, നിലവിലുള്ള അവസ്ഥ മാറുക എന്നതാണ്. ആത്മാവ് ബാക്കിയാകും, പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ മാറും എന്നത് മാത്രമാണ് മരണം. അതല്ലാത്ത പൂർണ്ണമായി നാശമില്ല, കാരണം ആത്മാവ് ഇവിടെ ബാക്കിയാണല്ലോ. അതുകൊണ്ടാണ് തഅയ്യുറു ഹാലിൻ ഫക്കത്ത്, നിലവിലുള്ള അവസ്ഥ മാറുന്നു എന്നത് മാത്രമാണ്. 2. അസ്ബാബു ഹുസ്നിൽ ഖാത്തിമത്തി മാഹിയ, നല്ല മരണം ലഭിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? 1. അൽ ഇസ്തിഖാമത്തു അല അമലി സ്വാലിഹ്, നല്ല പ്രവർത്തികളുടെ മേലിൽ നിത്യമാവണം. തഹ്സീനുൽ ദന്നി ബില്ലാഹി തആല, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക. എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരും. എത്ര ആളുകൾക്ക് പടച്ചോൻ പുറത്തു കൊടുത്തിട്ടുണ്ട്, പിന്നെ എനിക്ക് പുറത്തു തരൂലേ? അതുകൊണ്ട് പടച്ചോനെ കുറിച്ച് നല്ലത് മാത്രം വിചാരിക്കുക.
3 അത്തൗബത്തു നസൂഹു സാദിഖു സത്യസന്ധമായ നസൂഹായ തൗബയും ശരിയായ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ള തൗബയും. ഇത് മൂന്നും നമുക്ക് നല്ല മരണത്തിനെ ഉണ്ടാക്കി തരുന്നതിൻ്റെ കാരണങ്ങളാണ്. മൂന്നാമത്തത് മാതാക്കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഫളിൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ നടത്തുന്നതിൻ്റെ, പാപമോചനം നടത്തുന്നതിൻ്റെ, അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നതിൻ്റെ ഒക്കെ മഹത്വത്തെക്കുറിച്ച് നബി തങ്ങൾ എന്താ പറഞ്ഞത്? ജഅലല്ലാഹു മിൻ കുല്ലി ലീക്കിൻ മഖ്റജൻ, എല്ലാ കുടുസായ ഇടങ്ങേറുകളിൽ നിന്നും അവനിക്ക് വഴിയൊരുക്കും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജൻ, ടെൻഷനുകളിൽ നിന്ന് മോചനം ഉണ്ടാകും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അവനിക്ക് വേണ്ടതൊക്കെ, അവൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും. നാലാമത്തത് അല്ലാഹു അഫ്റഹു ബി തൗബത്തി അബ്ദിഹി മിമ്മൻ, അള്ളാഹു തൻ്റെ അടിമയുടെ പാപമോചനം തൗബ കാരണം ഏതിനേക്കാൾ അധികം സന്തോഷമാണ്. അബുദുൻ മിൻ അഹദിക്കും, നിങ്ങളിൽ നിന്നുള്ള ഒരുവൻ സക്കത്ത അലാ ബഗീരിഹി, അവൻ അവൻ്റെ ഒട്ടകത്തിൻ്റെ മേലിൽ വിജനമായ മരുഭൂമിയിലൂടെ വിട്ടുകിടക്കുമ്പോൾ വക്കത് അലല്ലഹു ഫിൽ അർളിൻ ഫലാത്ത്, അങ്ങനത്തെ ആ മരുഭൂമിയിലെല്ലാം നഷ്ടപ്പെട്ടു പോയ വ്യക്തിക്ക് അവനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുമ്പോൾ എത്ര സന്തോഷമുണ്ടാവും. അതിലേറെ സന്തോഷമാണ് ഒരടിമ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിൽ നിന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്യുമ്പോൾ അള്ളാഹ്ക്കുണ്ടാവുന്ന സന്തോഷം. 5 കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉരിസത്ത് ലഹു നഖ്ലത്തും ഫിൽ ജന്ന ലിമൻ ഹാദാ, സ്വർഗത്തിലൊരു ഈത്തപ്പന നടപ്പെടും. ആർക്ക് വേണ്ടിയാണത്? മൻ കാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നൊരു തവണ പറയുന്ന ആൾക്ക് ഒരു ഈത്തപ്പനയെ നടപ്പെടും. 6 അയ്യ ദുആ ഇൻ യസ്തഹിബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന പ്രാർത്ഥന ഏതായിരുന്നു? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ എന്ന പ്രാർത്ഥന നബി തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു. ഈ പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതലായി ചെയ്തിരുന്നത്. പുസ്തകത്തിൽ പറയുന്നുണ്ട്, നബി തങ്ങൾ പൊതുവായി എല്ലാ വിഷയങ്ങളെയും ഉൾക്കൊണ്ട പ്രാർത്ഥനയായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് പുസ്തകത്തിലുണ്ട്. ഇത് നബി തങ്ങൾ കൂടുതലായി ചെയ്ത ഒരു പ്രാർത്ഥനയാണ്. പോരായ്മകളുണ്ടെങ്കിൽ മനസ്സിലാക്കുക. ഇനി അടുത്തത് 4 ബയ്യൻ വ്യക്തമാക്കാനാണ്. കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്രുൻ ഖാരിഖുൻ ലിൽആദത്തി, പതിവിന് വിപരീതമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് യൽഹറു അലാ യദിൽ വലിയ, വലിയിൽ നിന്ന് പ്രകടമാകുന്ന പതിവിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളെയാണ് കറാമത്ത് എന്ന് പറയുന്നത്. കോഴിമുട്ട താഴെ ഇട്ടാൽ പൊട്ടും, എന്നാൽ അതൊരു വലിയ ഇട്ടാൽ പൊട്ടുന്നില്ല. കാരണം പതിവിന് വിപരീതം പൊട്ടുക എന്നതാണ് പതിവ്, വിപരീതം പൊട്ടാതിരിക്കുക. അങ്ങനെ വലിയ വാദിക്കുന്നയാൾ അത് ചെയ്യണം, അപ്പോഴാണ് അയാൾ വലിയൻ്റെ പദവിയിലേക്ക് എത്തുക. ഇനി ഹാലുൽ മുനാഫിഖി ഫിൽ ഖബരി, ഖബറിൽ മുനാഫിക്കിൻ്റെ അവസ്ഥ എന്തായിരിക്കും? തെൽത്തയിമു അലൈഹി ഫതഖ്ലിഫു അളിലാഉഹു വലാ യസാലു ഫിഹാ മുഅദ്ദബൻ അത്താ യബ്അസല്ലാഹു മിൻ മൽജഇഹി ദാലിക, അവൻ അതിൽ അസഹ്യമായ വേദനയായിരിക്കും. അവൻ്റെ വാര്യലുകൾ തമ്മിൽ കോർക്കപ്പെടും. അള്ളാഹു കിയാമത്ത് നാളിന് വേണ്ടി പുനർജീവിപ്പിക്കുന്നത് വരെ അവിടെ ഇട്ടവനെ ശിക്ഷിച്ചു കൊണ്ടിരിക്കും. ഇതാണ് മുനാഫിക്കിൻ്റെ അവസ്ഥ. ഇനി 5 മനിൽ ഖായിലു, ആര് പറഞ്ഞു? 1 ലൗ അന്ന ബഅലഹും തഅത വസറ ഓ റആന, നബിയെ അവരിൽ നിന്ന് ആരെങ്കിലും കണ്ണൊന്ന് താഴ്ത്തിയാൽ നമ്മളെ കാണൂല നബിയെ. ആരാ പറഞ്ഞത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൗർ ഗുഹയിൽ പറഞ്ഞതാണ്. 2 ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, നോ ടെൻഷൻ, അള്ളാഹു താല നമ്മുടെ കൂടെ ഇല്ലേ. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞതാണ്. ഇനി അടുത്തത് ഉക്തുബ് ദലീല, തെളിവ് എഴുതാനാണ്. ഏതിനാണ്? യുസ്തഹബു തബറുക്കു ബി ആസാരി സോലിഹീന, സോലിഹീങ്ങളായ മരിച്ചുപോയ നല്ല ആൾക്കാരുടെ തിരുശേഷിപ്പുകൾ കൊണ്ട് ബർക്കത്തെടുക്കൽ സുന്നത്താണ് എന്നതിൻ്റെ തെളിവെന്താണ്? ഇദാ തവല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ വുളു എടുക്കുകയാണെങ്കിൽ കാദു യക്തതിലൂന അലാ വളുഇഹി, നബി തങ്ങളുടെ വുളുഇൻ്റെ ആ ഒലിച്ചിറങ്ങുന്ന വെള്ളത്തിന് വേണ്ടി തിക്കും തിരക്കും കൂട്ടി അതൊരു യുദ്ധസമാനമായിരുന്നു. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ നിന്നും മരിച്ചവരിൽ നിന്നൊക്കെ ബർക്കത്തെടുക്കുന്നതിന് തെളിവാണ്. ഇനി 7 തെർജിം പരിഭാഷപ്പെടുത്താനാണ്. ലാ യസാലു ലിസാനു കറത്തുബം മിൻ ദിക്രില്ലാഹി, നിൻ്റെ നാവ് സദാസമയവും ദിക്റിനാൽ പച്ചയാവുക അഥവാ നനവുള്ളതാവുക, ദിക്റിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. 8 കമ്മിൽ മൻ ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ലീക്കിൻ മഖ്റജൻ വ മിൻ കുല്ലി ഹമ്മിൻ ഫറജൻ വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതിൻ്റെ ആശയം നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിലൂടെ ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലായി ഇൻഷാ അല്ലാഹ്. മറ്റൊരു പേപ്പർ കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, വായിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ.
അള്ളാഹു താല നമുക്കെല്ലാവർക്കും നല്ല മാർക്ക് നൽകട്ടെ. കമൻറ്റിൽ ആമീൻ എഴുതുന്ന എല്ലാവർക്കും എല്ലാ വിഷയങ്ങളിലും ഉയർന്ന മാർക്കോടെ മുഴുവൻ മാർക്കും നൽകി അള്ളാഹു വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നല്ല നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ലൈക്ക് കൊടുക്കാൻ മറന്നവർ ഒരു ലൈക്ക് കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ ആമീൻ എഴുതുക. നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.